ജലാശയങ്ങളിലും തടാകങ്ങളിലും അടിഞ്ഞുകൂടുന്ന മാലിന്യം ഇനി റോബോട്ടുകൾ നീക്കം ചെയ്യും. മാലിന്യ സംസ്കരണത്തിൽ വിപ്ലവം തീർക്കാൻ ലക്ഷ്യമിട്ട് റോബോട്ടിനെ നിർമ്മിച്ചത് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. ഇതാണ് ഹസ്കി വാട്ടർ ക്ലീനിംഗ് റോബോട്ട്. മലിനജലത്തിൽ മനുഷ്യനിറങ്ങാതെ എങ്ങനെ മാലിന്യം നീക്കാമെന്ന് കാട്ടിത്തരികയാണ് ഈ റോബോട്ട്. ഞങ്ങൾ പല സ്ഥലത്തും ഫ്രഷ് വാട്ടറും ആക്കുളം, പാർവതി പുത്തനാർ ഇത്ര പോലുള്ള അഴുക്ക വെള്ളത്തിലും വാട്ടർ ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ട റിസൾട്ടിലാണ് ഈ കോൾഫോം ബാക്ടീരിയ നല്ല ഹൈ ആയിരുന്നു. പിന്നെ അല്ലാതെ തന്നെ അതിൻ്റെ ഡിസോൾഡ് ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് വേസ്റ്റ് കൊടുക്കണം, അതേപോലെ തന്നെ ആ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതായിരുന്നു ഞങ്ങളുടെ പ്രോജക്റ്റിലോട്ടെത്തിയത്. ജലാശയത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം ശേഖരിക്കുന്നതിനൊപ്പം ജലത്തിലെ ഓക്സിജൻ അളവ് പരിപാലിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ദൗത്യം കൂടിയുണ്ട് ഈ റോബോട്ടിന്. AI ക്യാമറയുടെ സഹായത്തോടെ ശുചിയാക്കേണ്ട സ്ഥലത്ത് അടിഞ്ഞ മാലിന്യത്തിന്റെ സാമ്പിളും റോബോട്ട് കണ്ടെത്തും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വെള്ളത്തിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ PVC പൈപ്പും പ്ലൈവുഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ EP ഫോം യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ബോയൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു DC മോട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ ഒരു ഹസ്കി ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സർഫസിലുള്ള വേസ്റ്റുകൾ ക്യാപ്ചർ ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും അത് വേസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കൺവെയർ ബെൽറ്റ് ആക്റ്റീവ് ആകുന്നതുമാണ്. തിരുവനന്തപുരം മുട്ടത്തറയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികളാണ് റോബോട്ടിനെ വികസിപ്പിച്ചത്. ഒരു സമയം കൊണ്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന വേസ്റ്റുകൾ എടുക്കുകയും ചെയ്യും, അതേസമയം നമ്മുടെ തടാകത്തിലുള്ള വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഫ്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തടാകത്തിൽ എന്തൊക്കെ തരം ഫ്ലോട്ടിംഗ് വേസ്റ്റ് ആണോ അത് നമ്മളൊരു AI ക്യാമറ വെച്ച് ഡിറ്റക്ട് ചെയ്യും. അതിൽ നമ്മൾ ഒരു തടാകത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന മീൻസ് വൃത്തിയാക്കാൻ പോകുന്ന തടാകത്തിലെ മാക്സിമം ഫ്ലോട്ടിംഗ് വേസ്റ്റുകളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റ നമ്മുടെ AI ക്യാമറയിലേക്ക് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് AI ക്യാമറ അതൊരു മനുഷ്യനാണെങ്കിൽ അവിടെ നിന്ന് കുളിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അത് മനുഷ്യനാണെന്ന് തിരിച്ചറിയുകയും അതുപോലെ തന്നെ അത് വേറൊരു എന്തോ ആവട്ടെ മനുഷ്യ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ഫ്ലോട്ട് ചെയ്ത് കളക്ട് ചെയ്യുകയും ചെയ്തു. റോബോട്ടുകൾ വെള്ളത്തിലിറങ്ങി മാലിന്യം ശേഖരിക്കുന്നതിനൊപ്പം ബയോ ഫിൽറ്ററിന്റെ സഹായത്തോടെ വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തും. അങ്ങനെ നിരവധി പ്രത്യേകതകളാണ് വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഈ റോബോട്ടിനുള്ളത്. 30,000-ഓളം രൂപ ചെലവിട്ടാണ് നിർമ്മാണം. നിർമ്മാണ ചെലവിന് വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം ആയത് 25,000-27,000 അടുപ്പിച്ചിട്ടാണ്. ഞങ്ങൾ കൂടുതലും സ്ക്രാപ്പ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റോബോട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ചിലവ് ചുരുക്കിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കൂടുതൽ കോസ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കമ്പോണൻസ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല കൂടുതൽ ടെക്നോളജി വെച്ച് കൂടുതൽ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കുറേ കൂടെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. PVC പൈപ്പ്, ചെറുതും വലുതുമായ DC മോട്ടോറുകൾ, സോളാർ പാനലുകൾ, ബാറ്ററി, ക്യാമറ എന്നിവയ്ക്ക് പുറമെ സ്ട്രാപ്പുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം. News 18 തിരുവനന്തപുരം.